ലുക്കിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് 10 കിലോ വെയിറ്റ് കൂട്ടി. അതിപ്പോൾ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഫെബിന് മുന്നേ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ നഷ്ടപ്പെടും. അതാണ് അവസ്ഥ. എന്താ ഇപ്പം 2 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലാണോ അതോ വേറെ ആരുടെ അക്കൗണ്ടിലാണോ? അത് സത്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമക്ക് വേണ്ടിയിട്ട് 10 കിലോ കൂട്ടാനായിട്ട് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ 10 കിലോ ഉള്ളൊരു ശരീരത്തിനും കൊണ്ട് കുറക്കാൻ എന്നെ കൊണ്ട് ആ സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് പറ്റില്ല. ആ 10 കിലോനെ കൊണ്ട് ദോഷം ഉണ്ടായിട്ടില്ല. കാരണം ആ കഥാപാത്രത്തിന് ആ കിലോ ആവശ്യമുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും അതുപോലെ നടന്ന എനിക്ക് വേറെ സിനിമ കിട്ടില്ല. എൻ്റെ ഒരു ഡയറക്ടർ പറഞ്ഞു, സാറേ ഇനി സൂരജിന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ തടിയും വെച്ച് നടന്നാൽ ആൾക്കാർ നീ എന്താ എന്നെ കുറ്റപ്പെടുത്തില്ലേ, എന്റെ തടീനെ കുറ്റം പറഞ്ഞില്ലേ? അത് ബോഡി ഷേവിങ്, അങ്ങനെ കുറ്റം ചെയ്യില്ല. എന്നിട്ട് 10 കിലോ കുറച്ചോ? 10 അല്ല 13 കിലോ കുറച്ചു. ഞാനിപ്പോ ഇവിടെ ഈ ഒരു കസേര ഇരിക്കുന്നു, അല്ലെ എനിക്ക് കുറച്ചൊരു കസേര വേണ്ടി വലിയ കസേര വേണ്ടി വന്നേനെ. അല്ല, എന്നെ തിരിച്ചറിയില്ലായിരുന്നു. കാരണം ഞാൻ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവരൊക്കെ വന്നപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, കാണാൻ കൊള്ളാന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടോ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം, അല്ലെങ്കിൽ വെയിറ്റ് ഇങ്ങനെ ആയിരിക്കണം, ശരീരം ഇങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ കണ്ടീഷൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഇതിനെ തടി കൂട്ടാനും തടി കുറക്കാനും പറ്റുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടിട്ട് പുതിയ ഡയറക്ടേഴ്സിനെ എന്നെ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നി. പടം കണ്ടിട്ട് ഒരു രൂപം കണ്ടു, പടത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ വേറെ രൂപത്തിൽ കണ്ടു. ഇനി എന്നെ വേറെ രൂപത്തിലേക്ക് ആക്കണം എന്ന് തോന്നിയാലും ഞാൻ റെഡിയാകുന്ന രീതിയിൽ മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആക്കുന്നതിൽ സന്തോഷമുള്ളൂ. നടൻ എന്നുള്ള രീതിയിൽ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമല്ലേ. ഓക്കെ. അതുകൂടാതെ തന്നെ സിനിമയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പ്രണയം വരുന്നുണ്ട്, ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു പാട്ടും കേട്ടു. എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? ഒരു സോങ്ങിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പൊ പ്രണയത്തെ പറ്റി പറയും. പ്രണയത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, അത് ആദ്യം പറയാം. അതല്ല സിനിമയിലോ പ്രണയം നല്ലൊരു അനുഭൂതിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ പറയുന്നില്ല. പക്ഷെ പ്രണയത്തെ പറ്റി പറയുന്നത് അതിൻ്റെ അകത്തുള്ള സീനുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, റൊമാൻറ്റിക് ആയിട്ട് അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബോധം പോയിട്ട് ഞാൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് എന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെയും തിരിച്ചു കൊണ്ടുവരും. അപ്പം ഞങ്ങൾക്ക് വയ്യാതൊരു സമയത്തായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. അതുപോലെ തന്നെ നായികയിലെ ശ്രവണ, അവൾക്കും തീരെ വയ്യാതൊരു സമയത്തായിരുന്നു. പക്ഷെ അതൊന്നും ഔട്ട്പുട്ടിൽ എവിടെയും അത് ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് റൊമാൻറ്റിക്കായി നോക്കുമ്പോൾ എനിക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ കൂടി ഇങ്ങനെ വരും. അപ്പം സാർ ഒരു മിനിറ്റ് എന്ന് പറയും. അപ്പം വളരെ മോശം അവസ്ഥയിലായിരുന്നു അതിൻ്റെ ഷൂട്ട് നടന്നത്. പക്ഷേ അതെവിടെയും ആൾക്കാർക്ക് ആർക്കും കണ്ടെത്താൻ പറ്റിയില്ല. എനിക്ക് ഓർമ്മയില്ല, ഞാനിവനൊക്കെ പനിച്ച് അന്ന് എല്ലാവർക്കും പനിയായിരുന്നു. എല്ലാവരും ഓരോ സൈഡിലായിരുന്നു പനിച്ചിട്ട്. പ്രണയം ചെയ്യണോണ്ട് ഛർദി വന്നെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കും നീ പറഞ്ഞു വരുമ്പോ. ക്ലിയർ ആയിട്ട് പറഞ്ഞു, എനിക്ക് വയ്യായിരുന്നു. എനിക്ക് വയ്യായിരുന്നു പ്രണയം, എന്താ വയ്യായിരുന്നു പ്രണയ സീൻ ചെയ്യുന്ന സമയത്ത്. അത് വയ്യാത്തത് കൊണ്ട് ആ ബുദ്ധിമുട്ടിനെ ഞാൻ പല സമയത്തും ഇദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രണയം കണ്ട് ഇതായതല്ല, അസുഖം വന്ന് വോമിറ്റ് ചെയ്തതാണ്. ഇനി റിയൽ ലൈഫിൽ പ്രണയത്തിനെ പറ്റി പറഞ്ഞു. ഞാനത് ചോദിക്കില്ലായിരുന്നു, ആദ്യം തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഒരു 5-6 പ്രണയം ഒരുമിച്ചുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ പ്രണയിക്കാൻ അറിയില്ല, അങ്ങനെ ഇഷ്ടമൊന്നുമില്ല അങ്ങനെ എല്ലാരും പ്രണയിക്കാൻ. നമുക്ക് പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. പക്ഷേ കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞാണോ? ഞാൻ അറിയില്ല കേട്ടോ, അറിയില്ലല്ലേ? ഇല്ല, ഞാൻ അത് എടുത്ത് പ്രണയിച്ച് കല്യാണം കഴിക്കണം എന്നുള്ളത് എന്താ അറിയില്ല, എനിക്ക് ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു. അല്ലാതെ നമുക്ക് പരിചയമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പക്ഷെ ഇന്നത്തെ പ്രണയത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. ശരിക്കും കല്യാണം കഴിഞ്ഞു? കല്യാണം കഴിഞ്ഞോ? ഇല്ല, നല്ല സുഖമുള്ള പരിപാടിയാണ്. സത്യമായിട്ടും കല്യാണം കഴിക്കുന്നത് നല്ലതാ. കല്യാണം കഴിക്കുന്നത് മോശമല്ല, പ്രണയിച്ച് കല്യാണം കഴിക്കുന്നത് അതിനേക്കാളും സുഖം. ശരി. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പറയൂ. ഓക്കെ, ബൈ. പ്രണയത്തെ പറ്റിയുള്ള അഭിപ്രായം പറയും. നല്ലതല്ലേ? നല്ല മിണ്ടാണ്ടിരിക്കുന്നത് ഭയങ്കര രസമുള്ള, കൊതിച്ചിരിക്കുകയാണ് ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട്. ഓസിലർ ഇറങ്ങിയിട്ടും പ്രണയം ഇതുവരെ ആയിട്ടില്ല. ഇല്ല ഇല്ല, അതെ. ഒന്ന് ആലോചിച്ചായിരുന്നു പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. അല്ലേ, ഞാൻ വരുന്ന മെസ്സേജുകളൊന്നും ആലോചിച്ചതാണ്. തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ തോന്നി, മുഖം റോഡിൽ ഉരയ്ക്കാൻ തോന്നി. പക്ഷെ ആസ് ആക്ടർ ആണല്ലോ ഗുഡ് എന്നാണ് പറയുന്നത്. അല്ല, എന്റെ നമ്മൾ തമ്മിലുള്ള ഇന്റർവ്യൂവിന്റെ താഴെയും കിടപ്പുണ്ടായിരുന്നു, ഇവനെ കണ്ട അടി കൊടുക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട്. ആ, നമ്മള് നല്ല ഫൈറ്റ് ഉണ്ട് കേട്ടോ സിനിമയില്. നമ്മള് ഫൈറ്റ് ചെയ്ത് ഗംഭീര ഫൈറ്റ് ഉണ്ടായിരുന്നു സിനിമയിൽ. ഷാജോൺ സാറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റിയും അദ്ദേഹത്തിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു, നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിനെ പറ്റി പറയാം.
ഞാനും സാറും തമ്മിലെ ബോണ്ടിങ്ങിനെക്കാരെ കുറിച്ച് പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ നമ്മളെല്ലാവരും തമ്മിലെ ബോണ്ടിങ് ആണ്. കാരണം ഇതിൽ നായകൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലേ ഉള്ളൂ നായകൻ. നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ നായകനൊന്നുമില്ല, നായകനുമില്ല നായികയുമില്ല, എല്ലാവരും ഒരുപോലെ. അതിന് പ്രത്യേകിച്ച് ഒരാൾക്ക് ജ്യൂസോ ഒരാൾക്ക് ലൈൻ ജ്യൂസൊന്നും ഇല്ല, എല്ലാവർക്കും ഒരുപോലെ. നായകൻ്റെ റോള് വന്ന നായകൻ ഡയലോഗ് പറയാൻ പോയിക്കോളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. എല്ലാവർക്കും പ്രാധാന്യമുണ്ട്, എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ സാറ് ആ ഒരു അതെങ്ങനെയാണ് അത് കൊണ്ടുവന്നില്ല, ക്ഷമയുടെ ഏറ്റവും നമ്മൾ പുതിയ വരുന്ന ആൾക്കാരായിക്കോട്ടെ, ഇതിൽ മറ്റാൾക്കാരൊക്കെ പല സിനിമകൾ ചെയ്ത ആൾക്കാരാണ്, നായകന്മാരായ സിനിമ ചെയ്ത ആൾക്കാരൊക്കെയാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും 1ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ ആയി മാറുന്നുണ്ട്. പിന്നെ അവരെ ആ മോൾഡ് ചെയ്യുന്ന, കാരണം ഞാനൊക്കെ നന്നായിട്ട് ഭയപ്പെട്ടിട്ട് പല സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ സമയമെടുത്ത് എത്ര സമയം ആയാലും കുഴപ്പമില്ല, നിങ്ങൾ വൃത്തിക്ക് പറയാൻ വേണ്ടിയിട്ട് ചിരിച്ച മുഖത്തോടെ ഡയറക്ടർ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വലിയ അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, അത് സത്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു കൂട്ടുകാരനെ പോലെ എല്ലാ കാര്യം തുറന്നു പറയാം. നമുക്കൊരു കുമ്പസാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ക്യാമ്പിൽ. കാരണം എൻ്റെ ജീവിതത്തിൽ നടന്ന ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ സാറോട് ആദ്യം ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ, സാർ എൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ. സാറിനായിരുന്നു ഈ കൂടുതൽ ഇവിടെ കൊണ്ടിരുത്തത്. പിന്നെ കിട്ടിലിനായിട്ടുണ്ടാവുമായിരുന്നു ഇന്റർവ്യൂ.